അസ്സലാമു എല്ലാവർക്കും എൻ്റെ നമസ്കാരം. പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് LCHF ഡയറ്റുകാർക്ക് വളരെ ഉപകാരപ്പെട്ട ഒരു റെസിപ്പിയാണ് ഞാൻ പറഞ്ഞു തരുന്നത്. ഒരു റെസിപ്പിയല്ല, നമ്മൾ വാങ്ങുന്ന ഇറച്ചിയിലെ നെയ്യ് എങ്ങനെ ഉരുക്കിയിട്ട് നമുക്ക് കുക്കിങ്ങിനായിട്ട് ഉപയോഗിക്കാം എന്നാണ് കാണിക്കുന്നത്. അപ്പോൾ ഞാനിവിടെ എനിക്ക് കിട്ടുന്ന ഇറച്ചിയിൽ നിന്നും നെയ്യ് മാറ്റി വെച്ചിരുന്നു. അല്ലെങ്കിൽ നമുക്ക് നെയ്യ് തന്നെ വാങ്ങിക്കാൻ കിട്ടും. അങ്ങനെ ഉരുക്കിയെടുത്ത ഒരു 400 ഗ്രാമോളം നെയ്യാണിത്. കണ്ടാൽ പ്യൂർ വെളിച്ചെണ്ണ പോലെ തന്നെ ഉണ്ട്. നമുക്ക് വെളിച്ചെണ്ണയ്ക്ക് പകരം ഇത് ഉപയോഗിക്കാം. ചില സമയത്ത് നമ്മൾ ഇറച്ചി വാങ്ങുമ്പോൾ അതിൽ കൊഴുപ്പ് കൂടുതലുണ്ടാകും. അപ്പോൾ അങ്ങനെയുള്ളത് നിങ്ങൾക്ക് ഫ്രീസറിലേക്ക് മാറ്റി വെക്കാം. അല്ലെങ്കിൽ ഇതുപോലെ നെയ്യ് കട്ടയായിട്ട് തന്നെ വാങ്ങിക്കാൻ കിട്ടും. അത് കഴുകിയതിന് ശേഷം ചെറുതായിട്ട് മുറിച്ചെടുക്കണം. ഞാനിവിടെ 2 കിലോ ഒട്ടകം വാങ്ങിയപ്പം അതിലൊരുപാട് നെയ്യ് ഉണ്ടായിരുന്നു. അപ്പോൾ ഒരു 200 ഗ്രാമോളം നമുക്ക് കഴിക്കാവുന്ന ഒരു പാകത്തിൽ കറിയിലേക്ക് ഇട്ടു. ബാക്കി ഒരു 400 ഗ്രാമോളം ഞാനിങ്ങനെ ഉരുക്കിയെടുക്കാൻ വേണ്ടിയിട്ട് കഴുകിയിട്ട് ചെറുതാക്കി മുറിച്ചെടുത്തിട്ടുണ്ട്. മുറിച്ചെടുത്തതിന് ശേഷം കഴുകണ്ട. അപ്പോൾ വെള്ളത്തിൻ്റെ അംശം കൂടിയിട്ട് നമുക്കത് ഉരുക്കിയെടുക്കാനുള്ള സമയം കൂടുതലാവും. അപ്പോൾ ഇങ്ങനെ മുറിച്ചെടുത്തതിനെ നമുക്കൊരു സോസ് പാനിലേക്ക് ഇടാം. ഇനി നമുക്ക് തീ ഓണാക്കിയിട്ട് മീഡിയം ടു ലോ ഫ്ലെയിമിൽ ഇത് ഉരുക്കിയെടുക്കാം. അപ്പോൾ ആദ്യം ഇത് അടുപ്പത്ത് വെച്ചതിന് ശേഷം ചെറുതായിട്ടൊന്ന് ഇളക്കി കൊടുക്കണം. ഇളക്കി കൊടുക്കാതിരുന്നാൽ അടിക്ക് പിടിക്കാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ പ്രത്യേകം ഓർക്കുക, ഒരു നോൺ സ്റ്റിക്ക് പാൻ ആയാൽ നിങ്ങൾക്ക് ഏറെ ഉപകാരപ്പെടും. സ്റ്റീലിൻ്റെയോ അല്ലെങ്കിൽ മറ്റ് പാത്രങ്ങൾ ഉപയോഗിക്കുകയാണെങ്കിൽ അടിക്ക് പിടിക്കാനുള്ള ചാൻസ് കൂടുതലാണ്. അപ്പോൾ ഇതിപ്പോൾ താഴ്ഭാഗമൊക്കെ ഒന്ന് ചൂടായി വരുന്നുണ്ട്. വെള്ളമൊക്കെ ഒന്ന് വലിഞ്ഞിട്ടൊരു നെയ്യ് ഉരുകാൻ തുടങ്ങിയിട്ടുണ്ട്. ഒരു കിട്ടും എന്നുള്ള ശബ്ദമൊക്കെ വരുന്നുണ്ട്. അപ്പോൾ എല്ലായിടത്തും ഒരുപോലെ ഉരുകാൻ വേണ്ടിയിട്ട് പതുക്കെ ഇങ്ങനെ മറിച്ച് കൊടുക്കാം. ഇപ്പോൾ ഒരു 2 മിനിറ്റ് ആയപ്പം നെയ്യൊക്കെ നന്നായിട്ട് ചൂടായി, വെള്ളമൊക്കെ വലിഞ്ഞിട്ട് നെയ്യ് അതിൽ നിന്ന് ഇറങ്ങി വരുന്നുണ്ട്. എണ്ണയായിട്ട് ഇറങ്ങി വരാൻ തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് കാണുമ്പോൾ തന്നെ അറിയാം. ആദ്യം ഞാൻ കരുതി ഇത് എന്താ വെള്ളം കൂടുതലായോ എന്ന്. പക്ഷേ പിന്നെ എനിക്ക് മനസ്സിലായത് ഇത് നെയ്യ് തന്നെയാണ് ഇതിലേന്ന്. വെള്ളം പൊട്ടിപ്പൊരിഞ്ഞ് അങ്ങ് പോയതിന് ശേഷമാണ് നെയ്യ് ഉരുകാൻ തുടങ്ങുക. അപ്പോൾ നെയ്യ് എണ്ണയായി ഉരുകിയതിന് ശേഷം നമ്മളിട്ട മീറ്റിൽ ആ ഒരു കഷ്ണങ്ങളൊക്കെ ചുരുങ്ങി വരുന്നുണ്ട്. ഇതിൻ്റെ സൈസ് ഇങ്ങനെ ചുരുങ്ങി വരുന്തോറും ഇതിലുള്ള എണ്ണയുടെ അളവ് ഇങ്ങനെ കൂടി വരും. ഇത് പെട്ടെന്ന് ഉരുക്കി കിട്ടാൻ വേണ്ടിയിട്ട് ഞാൻ വളരെ ചെറുതാക്കിയാണ് മുറിച്ചിരുന്നത്. ഇതിൽ റെഡി ആയിട്ടുള്ള എണ്ണ നമുക്കിങ്ങനെ ഒരു തവി കൊണ്ട് മുക്കിയെടുക്കാം. ഉരുകി വന്ന നെയ്യ് നമുക്ക് മുക്കിയെടുക്കാം. അല്ലെങ്കിൽ ഒരുപാട് നേരം ഇരുന്ന് തിളച്ചിട്ട് കറുത്തു പോകും. കറുത്ത് പോയാൽ ടേസ്റ്റ് വ്യത്യാസമൊന്നും ഉണ്ടാവില്ല, പക്ഷേ കാണാനൊരു ലുക്ക് ഉണ്ടാവില്ല എന്നുള്ളൂ. പിന്നെ ചെറിയ തീയിൽ വെച്ച് കൊടുത്താൽ മതി. നമ്മൾ മുക്കിയെടുക്കും തോറും എണ്ണ അങ്ങനെ ഉരുകി വന്നുകൊണ്ടേയിരിക്കും. ഒരു 90% ഉരുകി കിട്ടിയിട്ടുണ്ട്. ഇനി ഒന്നുകൂടി വറുത്ത് നോക്കട്ടെ. കുറച്ചെങ്കിലും ബാക്കിയുണ്ടെങ്കിൽ കിട്ടുമല്ലോ. നമ്മൾ ഇട്ടിരുന്നത് ഇങ്ങനെ ശരിക്കും ഇങ്ങനെ വറുത്തെടുത്ത പോലെ ആയിട്ടുണ്ട്. ഇനി ഇതിൽ ബാക്കിയുള്ള നെയ്യ് ഉരുക്കി വരുന്നുണ്ട്. ഒന്നുകൂടി ചൂടാക്കിയപ്പോൾ കുറച്ചുകൂടി നെയ്യ് ഉരുക്കി വന്നിട്ടുണ്ട്. ഞാൻ അതുകൂടി മുക്കിയെടുക്കുകയാണ്. ഇനിയിപ്പോൾ ഇതിൽ നിന്ന് അധികം കിട്ടാനൊന്നുമില്ല. ഏകദേശം ഒരു ചിപ്സിൻ്റെ ഒരു ശബ്ദത്തിലെത്തിയിട്ടുണ്ട്. ഈ ബാക്കിയുള്ള സാധനം കളയണ്ട. നിങ്ങൾക്ക് ഇഷ്ടമാണെങ്കിൽ തിന്നു നോക്കാം. ഞാനിത് തിന്നിരുന്നു കേട്ടോ. ഇതാണ് നമ്മൾ തയ്യാറാക്കിയ ഉരുക്ക് നെയ്യ്. നല്ല വെളിച്ചെണ്ണയുടെ നിറം തന്നെയാണ്. ഇത് നമുക്കൊന്ന് ചൂടാറിയ ശേഷം ഒരു ഗ്ലാസ് ബോട്ടിലിലേക്ക് മാറ്റാം. ഞാനിതിലേക്ക് മഞ്ഞളൊന്നും ചേർത്തിട്ടില്ല. ഇനി ബീഫിൻ്റെ നെയ്യൊക്കെയാണ് നിങ്ങൾ ഉരുക്കിയെടുക്കുന്നതെങ്കിൽ ഒരു ചെറിയ സ്മെല്ലൊക്കെ തോന്നുകയാണെങ്കിൽ കുറച്ച് മഞ്ഞൾ ചേർത്ത് കൊടുക്കാം കേട്ടോ. ഒന്ന് ചൂടാറിയ ശേഷം ഞാനിവിടെ ഒരു കുപ്പിയിലേക്ക് മാറ്റിയിട്ടുണ്ട്. അരിപ്പ വെച്ച് അരിച്ചാണ് മാറ്റിയത്. ആ വീഡിയോ എൻ്റെ അടുത്തുനിന്ന് മിസ്സായിപ്പോയി. അരിച്ചെടുത്തപ്പോൾ ഇത്രയും അടിയിൽ വേസ്റ്റൊക്കെ ഉണ്ടായിരുന്നു. ഇത് ഞാൻ കളയുകയാണ്. വെളിച്ചെണ്ണ കൊണ്ടുള്ള എല്ലാ ഉപയോഗത്തിനും ഇത് ഉപയോഗിക്കാം. ഡീപ് ഫ്രൈ ചെയ്യാനൊക്കെ പറ്റും. മാത്രമല്ല മിഡിൽ ഈസ്റ്റിലൊക്കെ ഉള്ളവർക്ക് ഏറ്റവും പ്യുവറായിട്ട് കിട്ടുന്ന ഒരു പാചകത്തിനുള്ള ഉപാധിയാണിത്.
ഇത് ഫ്രിഡ്ജിൽ വെച്ച് ഉപയോഗിക്കുകയാണ് നല്ലത്. 2 മാസം വരെ ഉപയോഗിക്കാം. ഫ്രിഡ്ജിൽ വെച്ച് കഴിഞ്ഞാൽ ഇതാ വെള്ള നിറത്തിൽ നല്ല കട്ടയായിട്ടാണ് ഇരിക്കുക. തണുത്ത് കഴിഞ്ഞാൽ ഇത് പിന്നെ കുത്തിയെടുക്കാൻ കുറച്ച് പാടാണ്. അപ്പോൾ കുറച്ചുകൂടി എളുപ്പം ഒരു നല്ലൊരു പുഡിംഗ് പാത്രത്തിലോ അല്ലെങ്കിൽ ഒരു പരന്ന പാത്രത്തിൽ കട്ടയാക്കിയതിന് ശേഷം നമ്മൾ ബട്ടറൊക്കെ കട്ട് ചെയ്യുന്നത് പോലെ കട്ട് ചെയ്തെടുത്തിട്ട് ഒരു ബോക്സിലിട്ട് സൂക്ഷിക്കാം. എന്നാൽ പിന്നെ കുക്കിങ്ങിന് എടുക്കുമ്പോൾ അതിൽ നിന്ന് ഓരോരോ ക്യൂബ് എടുത്തിട്ട് ഉപയോഗിച്ചാൽ മതി. ഞാനിവിടെ കട്ടയായി കഴിഞ്ഞപ്പോൾ കത്തി വെച്ചിട്ടും ഫോർക്ക് വെച്ചിട്ടൊക്കെ ഇങ്ങനെ കുത്തിയിട്ടാണ് എടുക്കുന്നത്. അത് കുറച്ചൊരു പാടായിട്ട് നിങ്ങൾക്ക് തോന്നിയേക്കാം. ഇപ്പോൾ നെയ്യ് എങ്ങനെ തയ്യാറായി എന്ന് കണ്ടില്ലേ. ഇനി ഇത് ഉപയോഗിച്ചുകൊണ്ട് എങ്ങനെ കുക്ക് ചെയ്യാമെന്നും കൂടെ ഞാനിവിടെ കാണിക്കാം. ഒരു ചെറിയൊരു ഓംലെറ്റ് ഉണ്ടാക്കാനുള്ള പരിപാടിയിലാണ്. അപ്പോൾ ഇതുപോലെ പാത്രത്തിലേക്ക് ഇട്ട് കഴിഞ്ഞാൽ പതുക്കെ ഇങ്ങനെ ഉരുക്കി വരും. ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് ഉരുക്കിയെടുത്താൽ മതി കേട്ടോ. ഏതൊരു നെയ്യ് ഉരുക്കുമ്പോഴും ലോ ഫ്ലെയിമിൽ വെക്കുകയാണ് നല്ലത്. അപ്പോൾ ഉരുക്കി കഴിഞ്ഞു. ഇനി ഞാൻ ഇതിലേക്ക് മുട്ട ഒഴിച്ചു കൊടുക്കുകയാണ്. നല്ലൊരു സ്മെല്ലാണ്, എല്ലാവർക്കും ഇഷ്ടമാവും. വെളിച്ചെണ്ണയുടെ ഓംലെറ്റ് കഴിക്കുമ്പോൾ നമുക്കൊരു പ്രത്യേക രുചിയല്ലേ. അതേപോലെ ഈ നെയ്യ് ഉപയോഗിച്ചിട്ട് ഓംലെറ്റ് തയ്യാറാക്കുമ്പോൾ അതിനൊരു സ്പെഷ്യൽ രുചി തന്നെയുണ്ട്. 2 ദിവസം മുന്നേ LCHF മലയാളം ഫേസ്ബുക്ക് ഗ്രൂപ്പിൽ ഇതിനെക്കുറിച്ചൊരു ചർച്ച വന്നിരുന്നു. ജസി ബാബു എന്നവർ ഈ നെയ്യ് ഉണ്ടാക്കിയിട്ടുള്ള ഒരു പോസ്റ്റ് ഇട്ടിരുന്നു. അതിന് താഴെ ഒരുപാട് പേര് നല്ല റിസൾട്ടാണ് അതിനെക്കുറിച്ച് കമൻറ്റ് ചെയ്തിട്ടുള്ളത്. പിന്നെ ജസി ബാബുവിനും ഞങ്ങൾക്കും ഈ റെസിപ്പി പറഞ്ഞു തന്നത് അബ്ദുസലാംക്കയാണ്. അബ്ദുസലാംക്കക്ക് ഈ നെയ്യ് ഉപയോഗിക്കാൻ തുടങ്ങിയതിന് ശേഷമാണ് തടി കുറഞ്ഞിട്ടും പോവാതെ നിന്നിരുന്ന തൂങ്ങിയ വയറൊക്കെ ഒന്ന് ഒതുങ്ങി കിട്ടിയത് എന്നൊക്കെ പറഞ്ഞു. അങ്ങനെ നല്ല റിസൾട്ടാണ് പറയുന്നത്. പിന്നെ അവർ ഉപയോഗിച്ചത് ആടിൻ്റെ നെയ്യാണ് കേട്ടോ. 10 ഗ്രാം ബട്ടറും 15 ഗ്രാം ആടിൻ്റെ നെയ്യും ഉപയോഗിച്ചിട്ട് രാവിലെ ഒരു കോഫി കഴിക്കുമെന്നൊക്കെയാണ് പോസ്റ്റിൽ പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കൂ. വലിയ വിലയൊന്നുമില്ല. നമ്മൾ കാശ് കൊടുത്ത് ബട്ടർ വാങ്ങിക്കുന്നതിനേക്കാൾ ലാഭമാണ്. എന്നാൽ LCHFൽ ഉപയോഗിക്കാവുന്ന ഏറ്റവും സുപ്പീരിയർ ആയിട്ടുള്ള ഫാറ്റാണിത്. 100% ഇത് ഫാറ്റാണ്. അപ്പോൾ നാട്ടിലൊക്കെ ആണെങ്കിൽ കടകളിൽ നിന്ന് വെറുതെ ഈ നെയ്യ് തരും. ഞങ്ങൾക്ക് ഇങ്ങനെ വെറുതെ തന്നിരുന്നു. സാധാരണ നാട്ടിൽ ഇതൊക്കെ സോപ്പ് ഉണ്ടാക്കാനൊക്കെയാണ് ആളുകൾ വാങ്ങിക്കൊണ്ടുപോകുന്നത് എന്ന് പറഞ്ഞു. അപ്പോൾ ചെറിയൊരു വില കൊടുത്താൽ നമുക്ക് വലിയൊരു സംഗതിയാണ് കിട്ടാൻ പോകുന്നത്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കൂ. എന്നിട്ട് നിങ്ങളുടെ ഫീഡ്ബാക്കൊക്കെ അറിയിക്കണം. ഇതുവരെ സപ്പോർട്ട് ചെയ്ത എല്ലാ സുഹൃത്തുക്കളോടും ഒരുപാട് നന്ദി അറിയിക്കുന്നു.